ദൈവത്തിൽ സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ തരുമ്പോഴും തളർന്നു പോകാതെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. പരീക്ഷണങ്ങൾ അതിജീവിക്കണമെങ്കിൽ മാനസിക ബലം അത്യാവശ്യമാണ്. ഈ മാനസിക ബലം നമുക്ക് ലഭിക്കണമെങ്കിൽ നിരന്തരം പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം നമ്മളായിരിക്കണം. ദൈവത്തിൻ്റെ ചൈതന്യം നമ്മിൽ ആവസിക്കുമ്പോൾ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഈസ്റ്ററിടത്തിൽ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷണകാലം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്നു. യേശുവിൻ്റെ സ്നാനം കഴിഞ്ഞ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ അവൻ 40 പകലും 40 രാവും ഉപവസിച്ചു. അപ്പോൾ സാത്താൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനെ പാപം ചെയ്യുവാൻ പ്രലോഭിപ്പിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ നിനക്ക് ഭക്ഷിക്കേണ്ടതിന് ഈ കല്ലുകൾ അപ്പമാക്കുക എന്ന് പറഞ്ഞ് സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, എന്നാൽ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് യേശു മറുപടി പറഞ്ഞു. പിന്നെ സാത്താൻ യേശുവിനെ ദേവാലയത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് നിന്റെ കൈകളിൽ താങ്ങുവാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ യേശു തിരുവെഴുത്തുകളിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് സാത്താനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് ദൈവം തൻ്റെ വചനത്തിലൂടെ തൻ്റെ ജനങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. പിന്നെ സാത്താൻ ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും യേശുവിന് കാണിച്ചുകൊണ്ട്, നീ വീണ് എന്നെ നമസ്കരിച്ചാൽ ഈ കാണുന്ന സകലവും ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, നീ എന്നെ വിട്ടു പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ദൈവം തൻ്റെ വചനത്തിൽ തൻ്റെ ജനങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. യേശു സാത്താൻ്റെ പരീക്ഷകൾക്ക് കീഴടങ്ങിയില്ല. അതുകൊണ്ട് സാത്താൻ യേശുവിനെ വിട്ടുപോയി. അപ്പോൾ ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു. നമ്മളിപ്പോൾ ഇവിടെ കണ്ട വചനഭാഗം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവപുത്രനായ യേശുവിനെ പോലും പിശാചിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ പിന്തിരിപ്പിക്കാൻ ഈ ലോകത്തിലുള്ള സർവ സാത്താൻ്റെ ശക്തികളും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. നന്മ പ്രവൃത്തികളിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ നമ്മളെ പിന്തിരിപ്പിക്കാൻ സാത്താൻ്റെ ശക്തികൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രേരണയിൽ നിന്ന് മുക്തരാകണമെങ്കിൽ നാം സജീവമായി പ്രാർത്ഥന നിരതരായിരിക്കുക. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് ഉപവാസത്തിലും പ്രാർത്ഥനയിലും പങ്കുചേരുക. ദൈവത്തോടൊപ്പമായിരിക്കാൻ ശ്രമിക്കുക. ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുക. മനസ്തപിച്ച് സ്വന്തം പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമയാചിക്കുക. അങ്ങനെ ഈ നോമ്പുകാലം ധന്യമാക്കാൻ ഓരോ ക്രൈസ്തവ വിശ്വാസികൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.